വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. താൻ രാഷ്ട്രീയ വിദ്വാൻ അല്ലായിരിക്കാം, പക്ഷേ ശബരിമലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഹിന്ദു വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരുടെ വിരട്ടലൊന്നും വേണ്ടെന്ന പരാമർശം നടത്തിയത്. അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയം അല്ലേ എന്ന് കൂടി ചോദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ഭക്തരുടെ സംഗമമാണെങ്കിൽ DMK-യെ ക്ഷണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല, താല്പര്യമില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു. പക്ഷേ ഞാനൊരു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഈ സംസ്ഥാനത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ പേരിൽ ഞങ്ങളിത് പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു റെസ്പെക്റ്റ് കൊണ്ട് കാണുക. ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്ന് പഠിച്ച് ചെയ്യുക. മുഖ്യമന്ത്രി ഒരു ദൈവവിശ്വാസിയല്ല, മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അതിൽ 99% വിശ്വാസികളാണ്. അപ്പോൾ ഞാൻ 18 തവണ ശബരിമല പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു നാസ്തികനായൊരു CPM മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത്? ഇത് ആരാധന ഭാഗമാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും DMK-നെ വിളിക്കരുത്. നൽകും കൂടുതൽ വിവരങ്ങൾ. ടിൻഡു, കൃത്യമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറു ചോദ്യം മുഖ്യമന്ത്രിയോട്. കാരണം അയ്യപ്പസ്വാമിയുടെ കാര്യമാണ്. അത് വിശ്വാസികളാണോ, വ്രതം നൂറ്റ് അയ്യപ്പസ്വാമിയെ ദർശിക്കാനായി ശബരിമലയിൽ നേരിട്ടെത്തുന്ന വിശ്വാസികളാണോ അക്കാര്യം തീരുമാനിക്കേണ്ടത്, അത് നാസ്തികരാണോ എന്ന്? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ രാഷ്ട്രീയ ചോദ്യത്തിന് മറുചോദ്യമായിട്ടായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഒരുപക്ഷെ താൻ രാഷ്ട്രീയ വിദ്വാനല്ലായിരിക്കാം, പക്ഷേ 18 വർഷം മല ചവിട്ടിയ ഒരു വിശ്വാസി എന്ന നിലയിൽ അയ്യപ്പ സംഗമത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. ഈ മാസം സെപ്റ്റംബർ 8 തീയതി പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ ADMK-യുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കേരള മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അയ്യപ്പ സംഗമത്തിൽ ഹിന്ദുക്കളെ അവഹേളിക്കുകയും ഹിന്ദു സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന MK സ്റ്റാലിൻ, അതോടൊപ്പം ഉദയനിധി സ്റ്റാലിൻ പോലുള്ള പ്രതിനിധികളെ ഇത്തരത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ BJP ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഉൾപ്പെടെ ഇതിൽ പ്രതിരോധമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എതിരഭിപ്രായമുണ്ട്. ഇത്തരം തീരുമാനത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നൊരു ആവശ്യമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പമ്പയിലും നിലയ്ക്കലുമൊക്കെ നടന്ന പോലീസിന്റെ നരനായായിട്ട്, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള പോലീസ് നരനായായിട്ടും അന്നത്തെ സർക്കാരിന്റെ ഈ അനുകൂല നിലപാടും ഒക്കെ വളരെ രീതിയിൽ ഹിന്ദു സമൂഹത്തെ അത് വേദനിപ്പിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്തതാണ്. വൈകാരികതയെ അത്രയധികം ചോദ്യം ചെയ്യപ്പെടുകയും അത്രയധികം ഉപദ്രവിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അത് രാഷ്ട്രീയമെന്നല്ലാതെ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി ഇവിടെ വെളിപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും വീണ്ടും ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഈ പ്രതിനിധികളെ, MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രതിനിധികളെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ കൂടി ഒരു കളിയായിട്ട്, ഒരു രാഷ്ട്രീയ നാടകമായിട്ട് അതിനെ കാണാമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8 തീയതി നടക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കണമെങ്കിൽ, മുഖ്യമന്ത്രി അതിൽ പ്രതിനിധിയാവണമെങ്കിൽ മുൻകാലങ്ങളിൽ ഹിന്ദു സമൂഹത്തോട് ചെയ്തിട്ടുള്ള നരനായാട്ടും അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ നിലപാടുകളിലും അദ്ദേഹം മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രം ആ ധാർമ്മികതയോടുകൂടി മാത്രം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത്തരത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി
സംഘടിപ്പിക്കുമ്പോൾ അതിൽ പ്രാതിനിധ്യം അറിയിക്കുന്നവർ അത് ആ ഹിന്ദു സമൂഹത്തിന് കൂടി അനുയോജ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരും ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുമാണെങ്കിൽ അത് അത്രയും നന്നായിരിക്കും എന്നൊരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി ഏത് കാലം മുതൽക്കാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടം വന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. വരും കാലങ്ങളിൽ ഒരു സെക്കുലറിസത്തിലെ മതനിരപേക്ഷതയെ കാണിക്കുന്ന അല്ലെങ്കിൽ സെക്കുലറിസത്തെ കാണിക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സർക്കാരിന് എത്ര കാലം ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളെയൊക്കെ ഇത്തരത്തിൽ കൈയടക്കി വെക്കാൻ സാധിക്കും, അതിലെ അധികാരങ്ങളിൽ ഇടപെടാൻ സാധിക്കും, അത് ഹിന്ദു സമൂഹത്തിനെ ദോഷമായി ബാധിക്കുമെന്ന രീതിയിൽ കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. എന്തായാലും DMK-യുടെ പ്രതിനിധിയായിട്ടുള്ള MK സ്റ്റാലിനെ പങ്കെടുപ്പിക്കുന്നതിന് ശക്തമായിട്ടുള്ള എതിർപ്പ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആ എതിർപ്പ് ഈ മുഖ്യമന്ത്രി ആ എതിർപ്പ് കാണുകയും ഒരുപക്ഷെ അതിന് ഹിന്ദുക്കൾക്ക് അനുയോജ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചിട്ടുണ്ടായത്. ഒരു നാസ്തികനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഇത്തരത്തിൽ വിശ്വാസികളുടെ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ ആ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനോ സാധിക്കുമോ എന്ന് കൂടി ചോദിക്കുന്നത്. ദാസ് ക്യാപിറ്റൽസും അതോടൊപ്പം കാറൽ മാർക്സിന്റെയും ഐഡിയോളജി വെച്ചുകൊണ്ട് തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ ഹിന്ദു സമൂഹത്തിന് വേണ്ടി തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ നിലപാട് കൂടിയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അനു, ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.